Entrance Physics number 70. Question number 1. A train passes a stationary observer blowing whistle. He observes frequency of the whistle to be falling from 600 Hz to 500 Hz. Find the actual frequency of the whistle. ഇപ്പോൾ ട്രെയിനിൻ്റെ പാത്ത് ഒബ്സർവർ ട്രെയിന് ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ആദ്യമൊക്കെ ഒബ്സർവറെ അപ്രോച്ച് ചെയ്യുക. ഇത് ഞാൻ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ടൊരു പോസ്റ്റിങ്ങിൽ. പ്ലീസ് ട്രൈ ടു സീ ദാറ്റ് പോസ്റ്റിംഗ്. ഇപ്പോൾ എയിൽ എത്തുന്ന സമയത്ത് ട്രെയിനിൻ്റെ വെലോസിറ്റി ഇങ്ങോട്ടാണ്. അതിനൊരു കമ്പോണൻ്റ് ഓയിലേക്കുണ്ട്. ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ സോഴ്സ് ഇവിടെ ട്രെയിനാണെന്നല്ല വിസിലടിച്ചപ്പോൾ. അപ്പോൾ വി എസ് എന്ന് പറയുന്ന ട്രെയിനിൻ്റെ വെലോസിറ്റി വി എസ് കോസ് തീറ്റ ഇങ്ങോട്ടുണ്ട്. അപ്പോൾ അത് ഒബ്സർവറെ അപ്രോച്ച് ചെയ്യുന്ന കേസാണ്. അപ്പോൾ ഹൈ ഫ്രീക്വൻസിയിലുള്ള വിസിൽ ശബ്ദം കേൾക്കും. ബിയിലെത്തുമ്പോൾ വെലോസിറ്റി ഇങ്ങോട്ടാണ്. അപ്പോൾ വി കോസ് തീറ്റ ഈ ഡയറക്ഷനിൽ വരും. അപ്പോൾ വെലോസിറ്റി കുറയും. അപ്പോൾ കമ്പോണൻസ് ആണ് ഇവിടെ പ്രശ്നം. ഇത് ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ സിയിലെത്തുമ്പോൾ വെലോസിറ്റി ഒബ്സർവറും സോഴ്സും തമ്മിലുള്ള ലൈനിന് പെർപെൻഡിക്കുലറാണ്. അപ്പോൾ ഡോപ്ലർ എഫക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഉള്ള ഫ്രീക്വൻസിയാണ് ആക്ച്വൽ ഫ്രീക്വൻസി. ഇനി ഈ ഡോപ്ലർ എഫക്റ്റിൻ്റെ ജനറൽ ഫോർമുല എഫ് ഡാഷ് അപ്പാരൻറ്റ് ഫ്രീക്വൻസി ഇൻറ്റു വി മൈനസ് വി എസ് വെലോസിറ്റി ഓഫ് ദി സോഴ്സ് ഈക്വൽസ് ആക്ച്വൽ ഫ്രീക്വൻസി എഫ് ഇൻറ്റു വി മൈനസ് വി എൽ. വി എൽ ഈസ് ദി വെലോസിറ്റി ഓഫ് ദി ലിസണർ, വി ഈസ് ദി വെലോസിറ്റി ഓഫ് സൗണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു നെമോണിക് ഓർത്തിരിക്കാനായിട്ട്. ഡോപ്ലർ സോഴ്സ് ഈക്വൽസ് ആക്ച്വൽ ലിസണർ എന്ന് ഓർത്താൽ മതി. ഡോപ്ലർ സോഴ്സ് എന്ന് പറയുമ്പോൾ ഡോപ്ലർ എന്ന ശബ്ദം കേൾക്കുമ്പോഴേ അവിടെ വെലോസിറ്റി ഓഫ് ദി സോഴ്സും അപ്പാരൻറ്റ് ഫ്രീക്വൻസി ഡോപ്ലർ എഫക്റ്റ് കൊണ്ടുണ്ടാകുന്ന ചേഞ്ച് ടു ഫ്രീക്വൻസി അതാണ് ഇവിടെ വരേണ്ടത്. ഈക്വൽസ് ആക്ച്വൽ ലിസണർ എന്ന് പറയുമ്പോൾ ആക്ച്വൽ ഫ്രീക്വൻസിയും ലിസണറുടെ വെലോസിറ്റി ഒരു സൈഡിൽ വരണമെന്നർത്ഥം. അപ്പോൾ ഡോപ്ലർ സോഴ്സ് ഈക്വൽസ് ആക്ച്വൽ ലിസണർ എന്ന് ഓർത്താൽ മതി. ഇവിടെ ഇപ്പോൾ ഈ ഫോർമുലയൊന്നും വേണ്ട. ആക്ച്വൽ ഫ്രീക്വൻസി കാണാൻ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഞാൻ ഒരു ഫോർമുല ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ആക്ച്വൽ ഫ്രീക്വൻസി എഫ് ഈക്വൽസ് 2 ഇൻറ്റു F1 F2 ഈ എയിലും ബിയിലും എത്തുമ്പോൾ ഉള്ള വെലോസിറ്റീസാണ്. F1 F2 F1 F2 ബൈ F1 പ്ലസ് F2. ദാറ്റ് ഈസ് 2 ഇൻറ്റു F1 ഇവിടെ 600 എന്ന് F2 500 തന്നിട്ടുണ്ട്. അപ്പോൾ 2 ഇൻറ്റു 600 ഇൻറ്റു 500 ബൈ 600 പ്ലസ് 500. അപ്പോൾ ആക്ച്വൽ ഫ്രീക്വൻസി ഈസ് 545 ഹെഡ്സ് എന്ന് വരും. അപ്പോൾ ഈ എൻട്രൻസിന് ഈ ഫോർമുല ഓർത്തിരുന്ന് അത് ഉപയോഗിച്ചാൽ മതി. അല്ലാതെ സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് സമയം ഒരുപാട് എടുക്കും. നടപടിയാകുന്ന കാര്യമല്ല. ഓക്കെ. Another one. 2 identical cylindrical vessels with their bases at the same level. Each contains a liquid of density rho. The area of base is A, capital A. The liquid levels are at heights H1 and H2. The vessels are connected together by a pipe so that levels are equalized. What is the work done by gravity in the process? ലെവൽ H1 എന്ന് പറയുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന പ്രഷർ H1 റോ ചെയ്യുക. പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ അവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രഷർ ഇൻറ്റു ഏരിയ H1 റോ ജി ഇൻറ്റു എ. ലെവൽ H2 ആകുമ്പോൾ
ഫോഴ്സ് H2 rho g ഇൻറ്റു എ. എങ്കിൽ ഈ ലെവൽ ഡിഫറൻസ് രണ്ടും തമ്മിലുള്ള ലെവൽ ഡിഫറൻസ് H2 മൈനസ് H1 എന്നെടുക്കുമ്പോൾ ആ റിസൾട്ടൻ്റ് ഫോഴ്സ് H2 മൈനസ് H1 ഇൻറ്റു H2 റോ ജി മൈനസ് ജി എ മൈനസ് H1 റോ ജി എ, ദറ്റ് ഈസ് H2 മൈനസ് H1 ഇൻറ്റു റോ ജി എ. അപ്പോൾ ആവറേജ് ഫോഴ്സ് എടുക്കുമ്പോൾ 0 പ്ലസ് ദിസ് മച്ച് ഡിവൈഡഡ് ബൈ 2. H1 H2 ഒരുപോലെ ആകുമ്പോൾ ലെവൽ ഡിഫറൻസ് ഇല്ലെങ്കിൽ ഫോഴ്സ് റിസൾട്ടൻ്റ് ഫോഴ്സ് ഇല്ല. അപ്പോൾ 0 പ്ലസ് മാക്സിമം വരുന്നത് H2 മൈനസ് H1 ഇൻറ്റു റോ ജി ഇൻറ്റു എ. സോ ആവറേജ് ഫോഴ്സ് ഈസ് 0 പ്ലസ് ദിസ് മച്ച് ബൈ 2 ഓർ ഹാഫ് ഇൻറ്റു H2 മൈനസ് H1 റോ ജി എ. ഇതാണ് ആവറേജ് ഫോഴ്സ്. ഡിസ്പ്ലേസ്മെൻറ്റ് H2-ൽ നിന്ന് H1 കോമൺ ലെവലിലേക്ക് വരിക. അപ്പോൾ ഒരു ലെവൽ താഴും, മറ്റേ ലെവൽ ഉയരും. ഇത് താഴുന്നതും മറ്റേ ഉയരുന്നതും സെയിം അളവിലാണ്. അപ്പോൾ നെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് H2 മൈനസ് H1 ബൈ 2. ദറ്റ് ഈസ് എ ഡിസ്പ്ലേസ്മെൻറ്റ്. So displacement is H2 minus H1 by 2. എങ്കിൽ വർക്ക് F into S, this into this. Answer is 1 by 4 into H2 minus H1. രണ്ട് പ്രാവശ്യം വരുമല്ലോ, സ്ക്വയർ ഇൻറ്റു റോ ജി എ. റോ ജി എ. അപ്പോൾ 1 by 4 into H2 minus H1 the whole square into rho g a. That is the answer. Another one. A whistle of frequency 600 Hz rotates in a circle of radius 2 meter at a speed of 10 radian per second. The ratio of the highest and lowest frequencies heard by a listener a long distance away at rest with respect to the center of the circle. Velocity of sound is given to be 340 meter per second. ഇത് ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരു വിസിൽ ഒരു സർക്കിളിൽ കടന്ന് ഇങ്ങനെ കറങ്ങുക. ഒരു ഒബ്സർവർ വളരെ ദൂരത്ത് നിൽക്കുന്നു. ഈ വിസില് ഈ പോയിന്റിലെത്തുമ്പോൾ ആ ഒബ്സർവറും ഈ പോയിൻറ്റും തമ്മിലുള്ള ലൈൻ, ആ ലൈനിൽ കൂടെ ടുവേഴ്സ് ദി ഒബ്സർവറാണ് വെലോസിറ്റി V1. V ഈക്വൽസ് R ഒമേഗ ആണ്. അപ്പോൾ R ഇൻറ്റു ഒമേഗ, ഇവിടെ R ഒമേഗയൊക്കെ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് അപ്രോച്ച് ചെയ്യുന്ന കേസാണ്. ഈ പോയിന്റിലെത്തുമ്പോൾ ഇത് അകന്നു പോകുന്ന കേസാണ്. അപ്പോൾ ഇവിടെ വെച്ച് ഹയസ്റ്റ് ഫ്രീക്വൻസി, ഇവിടെ വെച്ച് ലോവസ്റ്റ് ഫ്രീക്വൻസിയും കേൾക്കും. അപ്പോൾ ആദ്യം V കാണണം. V ഈക്വൽസ് R ഒമേഗ. R റേഡിയസ് ഓഫ് ദി സർക്കിൾ 2 meter ഇൻറ്റു ഒമേഗ ഈസ് 10 radian per second. അപ്പോൾ 2 into 10 20 meter per second. ഇനിയും F dash into V minus Vs equals F into V minus VL. VL ഇവിടെ ലിസണർ അറ്റ് റെസ്റ്റിലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ VL is 0. So this is FV, from which apparent frequency F dash equals FV by V minus Vs. എങ്കിൽ V highest എന്ന് പറയുന്നത്, ഹയസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ FV by V minus Vs. അത് തന്നെ, V minus 20. Vs is 20. F lowest എന്ന് പറയുമ്പോൾ ഇതങ്ങ് പ്ലസ് ആകും. FV by V plus 20. എങ്കിൽ F1 by F2 കാണാം. V plus 20 by V minus 20. V വെലോസിറ്റി ഓഫ് സൗണ്ടാണ്, അത് 340 തന്നിട്ടുണ്ട്. അപ്പോൾ 340 plus 20 by 340 minus 20 or 360 by 320. That is 9 by 8, or 9 is to 8.
That is a ratio. Another one. The fundamental frequency of a closed pipe resonates with the fundamental of a pipe whose both ends are closed. The ratio of their lengths ആണ് ചോദ്യം. റെസൊണേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ രണ്ട് ഈക്വൽ ആകുക എന്നേ അർത്ഥമുള്ളൂ. അപ്പോൾ ക്ലോസ്ഡ് പൈപ്പ് എന്ന് പറയുമ്പോൾ ലെങ്ത് L1 എന്നിരിക്കട്ടെ എങ്കിൽ ഫണ്ടമെൻ്റൽ ഈ വേവ് ലെങ്ത് ഈ ഡിസ്റ്റൻസ് ഇല്ല. ഇവിടെ ആൻറ്റിനോഡും ക്ലോസ്ഡ് എൻഡിനോഡും വരണ്ടേ. അപ്പോൾ ഫസ്റ്റ് നിയറസ്റ്റ് നോഡും നിയറസ്റ്റ് നോഡും വരുമ്പോൾ ഡിസ്റ്റൻസ് ഈസ് ലാംഡ ബൈ ലാംഡ ബൈ 4 L1 ഇല്ല, ലാംഡ ബൈ 4. ഇത് ഇവിടുന്ന് F1 ഈസ് അറിയാം, ക്ലോസ്ഡ് പൈപ്പിൻ്റെ ഫണ്ടമെൻ്റൽ ഈസ് V/4L. രണ്ട് എൻഡും ക്ലോസ്ഡ് ആണെങ്കിൽ ഇവിടെയും നോഡാ ഫോം ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ലാംഡ ബൈ 2 വരും. അവിടെ നിന്ന് ഫ്രീക്വൻസി എടുത്താൽ F2 ഈക്വൽസ് V/2L എന്ന് വരും. ഇപ്പോൾ രണ്ട് റെസോണേറ്റ് ചെയ്യുന്ന പറയുമ്പോൾ ഇത് രണ്ടും ഈക്വല. F1 ഈക്വൽസ് F2. ദറ്റ് മീൻസ് V/4L1 ഈക്വൽസ് V/4L2. ഇത് L1 ഇത് L2. രണ്ട് പൈപ്പിന് രണ്ട് വ്യത്യസ്ത ലെങ്താണ്. അപ്പോൾ 4L1 V/4L1 ഈക്വൽസ് V/4L2, ഫ്രം വിച്ച് 4L1 equals 2L2 or L1/L2 is half, 1/2 or 1:2. That is a ratio. Thank you.